മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ UDF നടത്തിയ മാർച്ചിൽ സംഘർഷം. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂറ്റെയിൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നീണ്ടകര കേരള മാരിടൈം ബോർഡിന്റെ മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂറ്റെയിൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാരിടൈം ബോർഡിന്റെ സ്വകാര്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു UDFന്റെ മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൂടുതൽ UDF പ്രവർത്തകർ രംഗത്ത് വന്നതോടെ ശക്തമായ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പിന്നീട് നേതാക്കൾ രംഗത്തെത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. RYF നേതാവ് S. ലാലു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ ഇവിടെ നിന്ന് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അത്യന്താധുനികമായ പുതിയ ടെക്നോളജി പഠിക്കുവാൻ, ഇവിടെ താമസിച്ചു പഠിക്കുവാൻ വേണ്ട കാഴ്ചപ്പാടോടുകൂടി ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ 10 വർഷക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്നത് പോട്ടെ, അടുത്ത UDF ഗവൺമെന്റ് വരുമ്പോൾ ഇത് തുറക്കും. പക്ഷേ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് ഈ സ്ഥാപനം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വിൽക്കാൻ പോകുന്നു. ഇപ്പോൾ CPM കേരളത്തിൽ ആകമാനം ചെയ്യുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ത് പരിപാടി ഉണ്ടായാലും CPM എന്ന നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊട്ടേഷൻ കൊടുക്കും. UDFന്റെ വിവിധ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസിന്റെയും RSPയുടെയും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.